തെറ്റ് ചെയ്യുന്നു. ആരാണ് തെറ്റ് ചെയ്തത്? ഞാൻ ചെയ്തോ അതോ നീ ചെയ്തോ? ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ അപ്പൊ നീ ചെയ്ത് എന്താടാ? ഇത് ഒരു പ്രാവശ്യം അമർത്തിയാൽ എന്തൊരു തലച്ചോറ് പൊട്ടിത്തെറിച്ച് പുറത്തു വരൂടാ. പ്ലീസ്. അന്ന് എന്നെ ഷൂട്ട് ചെയ്യാൻ വന്നത് നീയല്ലേ? നീയാടാ. ഒരു പ്രാവശ്യം മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് എങ്ങനെ ഉണ്ടോ നിനക്ക് അറിയോ? അതിനുശേഷം കൂടെ ഉള്ളവരൊക്കെ എങ്ങനെ നോക്കാൻ നിനക്ക് അറിയോടാ? പുറത്ത് പോയാലേ അറിയുള്ളൂടാ. ഇവിടെ ഞാൻ കല്ലെറിയുന്ന എല്ലാവരും പേടിച്ചു പോകുന്ന എന്റെ മനസ്സിനെ അറിയുള്ളൂ. അതൊക്കെ നിനക്കറിയോ? ദൂരം ദൂരം എന്ന് പറഞ്ഞ ഈ സൊസൈറ്റി എന്നെ ഒതുക്കി വെച്ചടാ. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തതാണ് ഇങ്ങനെ ചെയ്തത്? ശങ്കർ വിടലിൽ അവനെ കൊല്ലാൻ പോവാണോ? അങ്ങനെ ഒരേ ബുള്ളറ്റിൽ ഇവനെ കൊന്നു കളഞ്ഞ ഞാൻ പെട്ട കഷ്ടം എങ്ങനെ ഇവനെ അറിയാൻ പറ്റും? ശങ്കർ അത് ആസിഡാണ്. ദേഹത്ത് പെട്ട എന്താവും അറിയാലോ? അറിയാം. ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഡ്രഗ് ഇഞ്ചക്ഷൻ കുത്തുമ്പോ ഞാൻ എത്ര കഷ്ടപ്പെട്ടോ. ഇത് അവന്റെ വായിലൊഴിക്കുമ്പോ ആ കഷ്ടപ്പാട് അവന് മനസ്സിലാവും. പറയാം. ഞങ്ങള് കുടുങ്ങുന്നുള്ള പേടി കാരണം നിന്നെ ഭ്രാന്തനാക്കിയേക്കാൻ കരുതി തെറ്റുകൾ ഓരോന്നായി ചെയ്തു കൂട്ടി. എന്തു പറ്റി മാഡം? അവനെ അറസ്റ്റ് ചെയ്യാൻ ഈ എവിഡൻസ് മതിയില്ലേ? പോര് ശങ്കർ. രാജു ലാസ്റ്റ് മിനിറ്റ് വാക്ക് മാറ്റി പറയുകയാണെങ്കിൽ കഥ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എത്തിച്ചേരും. പക്ഷേ നീ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മായയുടെ മർഡർ കേസ് ആൻഡ് ആക്സിഡന്റ് കേസ് രണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതുമാത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ആ ക്യാമറ ആരാണ് മോഷ്ടിച്ചത്, അത് നിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചതാരാ, അവരുടെ അടുത്ത് CDസോ മറ്റെന്തെങ്കിലും എവിഡൻസോ ഉണ്ടെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇപ്പൊ എന്താ ചെയ്യാ മാഡം? മാം ഇവിടുന്ന് ഫിംഗർ പ്രിന്റ്സ് പോലും കിട്ടിയില്ലേ? പോലീസ് തന്നെയാണ് കുറ്റവാളിയെങ്കിൽ അത്ര പെട്ടെന്ന് അതൊന്നും കിട്ടില്ല. ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. ഇല്ല അനന്യ. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഫോൺ നമ്പർ? പിന്നെ എങ്ങനെയാ മാഡം? എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല. മാഡം, മായ മരിച്ചത് ജൂൺ 25. ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ ജൂൺ 23. എന്ന് വെച്ചാൽ മായ മരിക്കുന്നതിന് മുമ്പ് മായ എവിടേക്കൊക്കെ പോയി ആരോടൊക്കെ സംസാരിച്ചു ഇതൊക്കെ നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ കണ്ടിരുന്നു മാം. 1 month ബാക്ക് ഹാൻഡി ക്യാം കാണുന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല മാം. ലാസ്റ്റ് മന്ത് 23 CCTV ക്യാമറ ഫുട്ടേജ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഷുവർ മാഡം. മാഡം, അന്ന് ഫോറസ്റ്റിൽ വെച്ച് ഇവർ രണ്ടുപേരെയാണ് കൊന്നത്. ഷ്യൂർ? യെസ് മാം. സ്റ്റോപ്പ്. റിവൻ ചെയ്യേ. സ്റ്റോപ്പ്. ഒന്ന് സൂം ചെയ്തേ. എനിക്ക് ആ ഫേസ് ഒന്ന് ക്ലിയർ ആക്കണം. ബർത്ത്ഡേ പാർട്ടി ഗ്യാങ് ആരെന്നറിയോ? അവര് സ്റ്റുഡൻസ് ആണ്. ശ്രീരാംദാസ് കോളേജ് എന്നാ പറഞ്ഞത്. ശ്രീരാംദാസ് കോളേജോ? അപ്പൊ ഇവരാരാണെന്ന് നിനക്കറിയോ? അറിയില്ല മാം. സുനിൽ, നാരി, നരേൻ, സീനു, കൃഷ്ണൻ. പക്ഷെ ഇവൻ ഡാഡി വിളിച്ചായിരുന്നോ? നിന്റെ പേരെന്താ? ദിലീപ്. സി മിസ്റ്റർ ദിലീപ്, ലാസ്റ്റ് മന്ത് 23 ഒരു കോഫി ഷോപ്പിൽ നീ ഒരു ക്യാമറ മോഷ്ടിച്ചു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സത്യവാടാ, സത്യ. എല്ലാം അറിഞ്ഞുകൊണ്ട് തെളിവ് കൊണ്ടാ വന്നിരിക്കുന്നേ. മതി നിനക്ക്. എന്റെ മകനാന്നുള്ള പേരിലാണോ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്? നിന്നൊന്നും വെച്ചേക്കാൻ പാടില്ല. നിന്നൊന്ന് കൊല്ലൂടാ. നീ ഒരാള് കാരണം ഇന്നെന്റെ മാനവും മര്യാദയൊക്കെ മണ്ണോട് മണ്ണ് ചേർന്നു. ഇതിനെല്ലാത്തിനും കാരണം നീ ഒരുത്തനാ. ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരെ മുഖത്ത് നോക്കി നടക്കുന്നത്? മക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിയാത്തവൻ
കുട്ടികളെ എങ്ങനെയാ നല്ലത് പറഞ്ഞ് പഠിപ്പിക്കാൻ നിന്റെ മുഖത്ത് കാറി തുപ്പുവാ, കാറി തുപ്പുവാ. വിട്ടേക്ക് സാർ. എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ ഒരുത്തനാ. അന്ന് ഞാൻ ചെയ്തൊരു തെറ്റുകൊണ്ട് ഇന്ന് ശങ്കറിന് ഈ അവസ്ഥ വന്നു. എന്താണത്? ഹോസ്റ്റലിൽ നിന്ന് കാണാതാവുന്ന സാധനങ്ങളെല്ലാം നിന്റെ ബാഗിലുണ്ടല്ലോ. ഓഹോ, എല്ലാം നീ തന്നെ മോഷ്ടിച്ചിട്ട് കുറ്റമെല്ലാം ശേഖരന്റെ ചുമലിലായി കഴിഞ്ഞ അവൻ നാണക്കേട് കാരണം ആത്മഹത്യ ചെയ്യുന്നോ? നീ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? നിന്നെയൊക്കെ ഉണ്ടല്ലോ, ഒരു പാവം പയ്യന്റെ മരണത്തിന് നീ കാരണമായത്. എന്റെ മകനെന്നുള്ള അഹങ്കാരമാണോ നിനക്ക്? എവിടെങ്കിലും പോയി ചാവടാ, പോയി ചാവ്. എവിടെങ്കിലും പോടാ. ഇതൊന്നും ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. പോയി ചാവ്. നീ കാരണം ഒരു നിരപരാധിയായ പയ്യന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കോളേജിന് തുടർച്ചയായി 4 ദിവസം ലീവ് ഉണ്ടായപ്പോ ശങ്കർ ഒഴികെ മറ്റുള്ളവരെല്ലാം വീട്ടിലേക്ക് പോയി. ശങ്കർ സത്യസന്ധന, അവനെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാ കുട്ടികളുടെ മോഷണം പോയ സാധനങ്ങളെല്ലാം ഞാൻ ശങ്കറിന്റെ വാതിൽക്കൽ കൊണ്ടുചെന്ന് വെച്ചത്. എന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ശങ്കർ ആ ബാഗ് കാണുമ്പോൾ തെറ്റ് ചെയ്തവൻ ആ തെറ്റെല്ലാം മനസ്സിലാക്കി അവന്റെ തെറ്റെല്ലാം തിരുത്തി ശങ്കറിന് കിട്ടിയ ബാഗ് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു കരുതി. പക്ഷെ ശങ്കർ വന്നില്ല. പിറ്റേന്ന് ശങ്കറിന്റെ റൂമിലേക്ക് ചെന്നപ്പോ റൂം ലോക്കായിരുന്നു. ഞാൻ വെച്ച ബാഗും അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ശങ്കറിന്റെ അടുത്തുനിന്ന് പോയതിനു ശേഷം വീണ്ടും ഇവനെ ചോദ്യം ചെയ്തപ്പോ കോഫി ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ച ക്യാമറയുടെ കാര്യം പറഞ്ഞ് ACPക്ക് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയ കാര്യം പറഞ്ഞു. ACPനെ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കാന്നാ കരുതിയേ. ആ വീഡിയോയിലുണ്ടായിരുന്ന മാറ്റേഴ്സ് നീ മറ്റെവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെച്ചോ? ഇല്ല മാഡം. സോറി ശങ്കർ. നീ കാരണം എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. സോറി പറഞ്ഞ എല്ലാം തീർന്നു പോവോ? ശങ്കർ, ഞാൻ ഉടനെ കമ്മീഷണറെ കണ്ട് കളക്ട് ചെയ്ത എവിഡൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം നിന്നെ വിളിക്കാം. നീയും കമ്മീഷണറെ വന്ന് കാണേണ്ടി വരും. ഓക്കെ? ഓക്കെ മാഡം. ഗുഡ് ഈവനിങ് സർ. ACP, ക്രൈം തടയേണ്ട നിങ്ങളാണ് ഇപ്പൊ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി തനിക്കെതിരായി വരുന്നവരൊക്കെ കൊന്നുകളയുന്നു. വാട്ട് ഈസ് ദിസ്? സാർ, അത് ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞ് എനിക്ക് പണം അയച്ച് എന്നെ കൊലക്കേസിൽ ഉൾപ്പെടുത്താൻ നോക്കണോ? ആ രാജേശ്വരി തെളിവെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. നീ എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് എനിക്കറിയണ്ട. ഈ കേസിൽ എന്റെ പേര് വരാൻ പാടില്ല. നിങ്ങളുടെ സെൽഫോണിൽ നിന്നൊരു കോൾ ചെയ്തായിരുന്നു. നിന്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്തായിരുന്നു. നീ സത്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ്റെ അടുത്ത് വാങ്ങിച്ചു തരാം. നിന്റെ റിവോൾവർ മാത്രം ഞാൻ അവിടെ കൊടുക്കുള്ളൂ. നിങ്ങളുടെ വൈഫ് നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ച് കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഒരാൾ കാണാതെ ആയാൽ എന്തുമാത്രം കഷ്ടമാണെന്ന് നിനക്കറിയില്ലല്ലോ. പക്ഷെ എനിക്കറിയാം. നടക്ക. ശങ്കർ, ACP വന്ന് ഏട്ടനെ വിളിച്ചോണ്ട് പോയി. അനന്യ,